പിന്നെ ഖുതുബുൽ ആലമിന്റെ മേലൊരു ഒരു സംഭവം കേട്ടിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോകുമ്പോ ആ വയനാട്ടിൽ നിന്ന് റമദാൻ മാസത്തിൽ ഒരു വീട്ടിൽ കയറിക്കൊണ്ട് ആ വീട്ടുകാരൻ ചായ കൊടുത്തു. അതിന്റെ ബാക്കി ഞങ്ങളും കേട്ടിട്ടുണ്ട്. അത് കുടിക്കാത്ത ആള് പിരാന്തനായി പോയല്ലോ. അത് അപ്പോ അത് സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം നേരെ കൊടുത്താന്നാണോ ഷെയ്ഖുന മറുപടി പറഞ്ഞു? അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളെ ചോദ്യം നിങ്ങളെ ഉത്തരവും പറഞ്ഞു, അതുകൊണ്ട് അത് പൂർത്തിയായി. ഷെയ്ഖുനാക്ക് അങ്ങനെ ജദ്ബുണ്ടായിട്ടില്ല. ആള് നല്ല മനസ്സിൽ ചോദിച്ചാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. നേരെ പോയിരുന്നേ അതെപ്പോ അങ്ങനെ ഒരു വലിയ പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിഞ്ഞാൽ മടക്കേണ്ടതല്ല, മടക്കൽ നിർബന്ധമല്ല. ഏത് റമദാൻ മാസത്തിൽ? റമദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ വലിയ യഖീനുള്ള ആളുകളുണ്ടോ? ആ വലിയ പറയുമ്പോ അതിന്റേതായ വിഷയവും മനസ്സിലാക്കിയ ആളുകൾ അവരങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതന്നെ. അതുകൊണ്ട് നോമ്പ് മുറിയൂല. അതിനെന്താ തർക്കം? എങ്ങനെ നിങ്ങൾ ചിലപ്പോ പോയി ആ യഖീനില്ലാതെ കുടിച്ചാൽ മുറിയും, ഉറപ്പന്നല്ലേ? അതേ സമയത്ത് ഈ വിഷയത്തിൽ ഇതിലിപ്പോ സ്വർഗത്ത് പോയി ഒരാൾ നോമ്പുറന്നുകൊണ്ട് എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മുറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതിൽ യഖീന് ഉറപ്പുള്ള ആൾ ചെയ്താൽ മതി, നിങ്ങൾ ചെയ്യാൻ പോണ്ട. അതായത് നിങ്ങളെ ഈ ലോഹിറു ശരീഅത്ത് എടുത്തിട്ട് അവിടെ പറയാൻ പറ്റൂല എന്നർത്ഥം. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു തല മറക്കുന്ന അവസ്ഥ, തല മറക്കാത്ത അവസ്ഥ, അങ്ങനെ ഓരോ അവസ്ഥകളുണ്ട്. ഇവര് ഒരുപാട് കാലം താഴേക്ക് വെച്ച് നിസ്കാരത്തോ നടത്തി അങ്ങനെ വലിയ മർത്തബിയിലെത്തിയ മഹാന്മാരാണ്. അവരെ സംബന്ധിച്ച് ജാഹിലികളായ നമ്മൾ അതിൽ വീണ്ടും ചർച്ച ചെയ്യുന്ന അർത്ഥമൊന്നുമില്ല, വേറെ എല്ലാം പറയും. അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞതിനെയാണ് ഞാൻ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആ വലിയ യഖീനുണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ല എന്ന് ഉറപ്പാണല്ലോ. ദീനിനെതിരായി പറയുന്ന ഇസ്കാലുള്ള ആള് ഓനും ഇതിന് പറ്റൂല. അതായത് ഒരു വലിയന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർത്ത് ആ വലിയിലുള്ള ഉറപ്പാണ്. ആ വലിയിൽ ഉറപ്പില്ലാത്തവനെ പോന്നിക്കണ്ട. വലിയിൽ ഉറപ്പുള്ളവർ പോയിക്കോട്ടെ. അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല എന്നെ പറഞ്ഞു തീർത്ത് പറഞ്ഞല്ലോ. മൊത്തത്തിലാണ് എന്റെ മറുപടി. അതായത് വലിയ ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ശരീഅത്തും ത്വരീഖത്തും ഒക്കെ കൂടിയതാണ്. ഇസ്ലാമിൽ ഈ നിയമം മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇപ്പം ചോദിക്കാണ്, ഒരു കുട്ടിനെ കൊല്ലാൻ പറ്റൂല, എന്താ ഇസ്ലാമിന്റെ നിയമങ്ങളെന്ന് പറയും? പാടില്ല, തെറ്റാണ്. പാടില്ല. അപ്പൊ ഖുദർ നബി വന്നതോ? ത്വരീഖത്തിന്റെ വഴിയായിരിക്കാം. അതെ, അതെന്നെ ഇതുപടി ഉത്തരം, ത്വരീഖത്തിന്റെ വഴിയായിരിക്കാം. അത്രേ ഉള്ളൂ. അത് നമ്മള് ഖുദർ നബിക്ക് ജദ്ബാന്ന് പറയണ്ട. കുട്ടിനെ കൊല്ലൽ തെറ്റുവെച്ച തെറ്റാണ്, കൊന്നു ഖുർആനിലുണ്ട്. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീന എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു രസം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ അവരെ വൈക്കുള്ള ആള് അവർക്ക് വിട്ടുകൊടുത്താലേ. ഓക്കെ, ഈ സംശയത്തിന് മറുപടി കിട്ടിയാൽ മതി. മറുപടിയാ പറഞ്ഞത്. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു, ത്വരീഖത്തിന്റെ വഴിയാണ്, ഖുദർ നബിയുടെ വഴിയിലാ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ഔലിയാക്കൾക്ക് ചെയ്യാം, ശരിയാണ്. മറന്നിട്ട് ഒരാള് ചായ കുടിച്ചു നിൽക്കുന്ന റമദാന്റെ പകല് നോമ്പുറിയോ? ഇല്ലല്ലോ, മുറിയില്ല. അതിന് അവിടെ റസൂൽ തന്നെ കാരണം പറഞ്ഞ ഹദീസിലുണ്ട്, ഇന്നമാ അത്അമഹുല്ലാഹ്, അള്ളാണ് അവനെ ഭക്ഷണം കൊടുത്തത്. കണ്ടോ, സാധാരണ ഭക്ഷണം തരുന്ന ആരാ? പടച്ചോൻ തന്നെയല്ലേ. അത് സാധാരണ ഭക്ഷണം തരുന്നത് ഇതൊരു മറവി ഉണ്ടാക്കി ഒരു ഔദ്യോഗിക തരവ്. അത് പടച്ചോനെ റസൂൽ പറഞ്ഞാണ്. അള്ളാന്റെ ഔലിയാക്കൾ തരുമ്പോ അത് അള്ള തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ആ ഹദീസിന്റെ ഭാഗം നോക്കിയാൽ തന്നെ ഇന്നമാ മറന്നു നിന്നോടത്ത് ഒത്തിനൊക്കെ മസലയാണ്. മറന്നു നിന്നോടത്ത് ഇന്നമാ അത്അമഹുല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്കും വേണ്ടിയ പോയി നോമ്പ്. ഓന്റെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മുറിയില്ല. ഔലിയാക്കൾ തരുന്ന ഓലെ കൈ ഞാനാവും കാലി ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനെ കുറിച്ച് പറയാം. എന്റെ ചോദ്യം ഞാൻ പൂർത്തിയാക്കാണ്. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. അതെ. പിന്നെ ആ ഖളാ വീട്ടിന്റെ ആവശ്യമില്ല. പിന്നെ മുറിയാത്തോമ്പോ അല്ല, മുറിയുന്ന ഒരു കേൾവിയുണ്ട്. മുറിയുന്ന കേൾവി ആ കേൾവിക്കാർക്ക് ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന്. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് വീട്ടിയോടി. അപ്പൊ യക്കീനുള്ള ആൾക്ക് ഖളാ വീട്ടിൽ ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉത്സാഹം. അതെന്താ നിങ്ങള് നമ്മള് വലുതായിട്ടതൊക്കെ പ്രശ്നം. ഈ വലിയ എന്ന് പറഞ്ഞ ആരാന്ന് ആദ്യം മനസ്സിലാക്കും. ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹിനോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. മൂപ്പർക്ക് നിങ്ങളെക്കാൾ 1000 മടങ്ങ് ബോധം ഉണ്ടാവും ഹറാമ് ചെയ്യരുത്. ആ ബോധം അനുസരിച്ചാണ് അവർ ചെയ്തത്. ആ ബോധത്തിന്റെ കോടാനുകോടി ബോധത്തിൽ നിന്നും ഒരു ബോധം നമ്മക്കില്ല. നമ്മൾ ജാഹിലും ഒന്നും അറിയാത്തവരും ഒരു ഭക്തി ഇല്ലാത്തവരാ. ശൈഖുനാ മടവൂരിനൊക്കെ ഉള്ള കോടിക്കണക്കിനുള്ള വരികളിൽ ഒന്നുപോലും നമ്മളെ കയ്യിലില്ല. എന്നിട്ട് നമ്മൾ ഓല ഇത്രാ ചെയ്ത് പഠിപ്പിക്കാൻ പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അവർ പറഞ്ഞതിൽ അവിടെ നിന്നാ മതി. ഇനി വേറെ ചോദിച്ചോളി.